നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ലേ, ഞാനിന്നൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടൊരു സാധനം വാങ്ങി. സാധനം വാങ്ങിയിട്ട് രണ്ട് തരത്തിലുള്ള ഇൻവോയ്സുകളാണ് ബേസിക്കലി മാർക്കറ്റിൽ അവൈലബിൾ. ഒന്ന് സെയിൽസ് ഇൻവോയ്സ്, അതുപോലെ തന്നെ ടാക്സ് ഇൻവോയ്സ്. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഞാനൊരു കസ്റ്റമറായിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ TRN നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, സെയിൽസ് ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോപ്പിയാണ് നമുക്ക് തരാം. അതല്ലെങ്കിൽ ടാക്സ് ഇൻവോയ്സ്. ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ബില്ലിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ പാടുള്ളൂ ഈ UAE-യിൽ. അപ്പോൾ അതല്ലാതെ ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഹെൽഡ് ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പല കോപ്പീസും വരും. ഇഫ് യു ആർ പേയിങ് എഗൻസ്റ്റ് ദിസ് ഇൻവോയ്സ് യു ആർ ചീറ്റഡ്. നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ UAE നിയമപ്രകാരം ടാക്സ് ഇൻവോയ്സിന് എഗൻസ്റ്റ് ആണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. യു ആർ ചീറ്റഡ് എന്ന് പറയുമ്പോഴേ എങ്ങനെയാണ് ചീറ്റ് ചെയ്തെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ഹെൽഡ് ഇൻവോയ്സുകൾ അല്ലെങ്കിൽ ഹോൾഡ് ഇൻവോയ്സുകൾ എന്ന് പറയുന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവുക നിങ്ങൾ ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ മാത്രമായിരിക്കും. അവിടെയാണ് നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഞാൻ പറയും. കാരണം അത് ചിലപ്പോൾ നിങ്ങൾ പോകുന്ന റീറ്റെയിൽ ഷോപ്പുകളോ സൂപ്പർ മാർക്കറ്റുകളോ അല്ലെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റോ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. നിങ്ങളവിടെ ക്യാഷ്യറിൽ നിൽക്കുന്ന സമയത്ത് ക്യാഷ്യർ എന്ത് ചെയ്യുന്നുണ്ടാവും, പലപ്പോഴും ഹോൾഡ് ഇൻവോയ്സ് അടിച്ച് ബില്ല് തരും. നിങ്ങൾ ശ്രദ്ധിക്കില്ല, നിങ്ങൾ എമൗണ്ട് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ബില്ലിലാണെന്നുണ്ടെങ്കിൽ 250 ദിർഹംസ്. ഈ 250 ദിർഹംസ് മാത്രമേ നിങ്ങൾ കാണുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യും, പോക്കറ്റിൽ നിന്ന് എടുക്കും, ക്യാഷ് കൊടുക്കും. അയാൾ എന്ത് ചെയ്യും, 50 ദിർഹംസ് തിരിച്ചു തരും. യു ഹാവ് പെയ്ഡ് ഫോർ വാട്ട് യു ബോട്ട്. യെസ്. പക്ഷേ നിങ്ങൾ ഈ കൊടുത്തിട്ടുള്ള പൈസ അർഹതപ്പെട്ടവരിലേക്കാണോ എത്തിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ബിക്കോസ് ഞാൻ പറഞ്ഞുതരാം, ഈ ഹെൽഡ് ഇൻവോയ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇറ്റ് ക്യാൻ ബി എഡിക്റ്റഡ്. നിങ്ങൾ ഈ പൈസ കൊടുത്ത്, ഫോർ എക്സാമ്പിൾ ഞാനൊരു പൈസ കൊടുത്തു, നിങ്ങൾ എന്ത് ചെയ്തു, ആ ഷോപ്പിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഇറങ്ങിപ്പോയതിന് ശേഷം ക്യാഷ്യറുള്ള ആരാണോ അയാൾക്ക് ഈ ഒരു ബില്ല് എഡിറ്റ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരെയുണ്ട്. ഓക്കെ, ദിസ് ഈസ് പോസിബിൾ. സോ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് രണ്ട് വഴികളെയാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു മാനേജറാണോ അല്ലെങ്കിൽ നിങ്ങൾ മാനേജ്മെൻ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ചെക്ക് ഇൻ ടു യുവർ റിപ്പോർട്ട്സ്. ഡെയിലി നിങ്ങളുടെ റിപ്പോർട്ടുകൾ ചെക്ക് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ആ ചെക്ക് ചെയ്യണ സമയത്ത് തന്നെ ഹോൾഡ് ഇൻവോയ്സ് ഉണ്ടെങ്കിൽ അത് എന്താണ് റീസൺ എന്നുള്ളത് പല സോഫ്റ്റ്വെയർസിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്തതിൻ്റെ റീസൺ കൊടുക്കാൻ പറ്റും. അത് റീകോൾ ചെയ്യണ സമയത്ത് ദിസ് ഈസ് വൺ ഓപ്ഷൻ. ഓക്കെ, യു വോണ്ട് ടു ചെക്ക് റിപ്പോർട്ട്. അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് മാനേജേഴ്സിനെ പ്രിവിലേജസ് സെറ്റ് ചെയ്യാം. ഒരു മാനേജർക്ക് മാത്രമേ ഒരു ക്യാഷ്യർക്ക് ഇത് ചെയ്യാനുള്ള അധികാരം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. അത് മാനേജർക്ക് മാത്രം കൊടുക്കാം. സോ ഇഫ് സംതിങ് ഈസ് പഞ്ച്ഡ്, ഇഫ് ദേ വോണ്ട് ടു റിമൂവ് ഇറ്റ്, മാനേജർ നീഡ് ടു ബിക്കം ഓർ ദേ നീഡ് ടു ഗീവ് ദെയർ കാർഡ്. സോ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് കുറച്ചുകൂടി സ്മൂത്ത് ആവും. ഓക്കെ, അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇൻവോയ്സ് ഡിസൈൻസ് എപ്പോഴും ശ്രദ്ധിക്കുക. ഹോൾഡ് ഇൻവോയ്സും അതുപോലെ തന്നെ ടാക്സ് ഇൻവോയ്സും സെപ്പറേറ്റ് ഡിസൈൻ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഒരു കാരണവശാലും ഹോൾഡ് ഇൻവോയ്സിൽ നിങ്ങൾ എമൗണ്ട് പ്രിന്റ് ചെയ്യിപ്പിക്കാതിരിക്കുക. പല സോഫ്റ്റ്വെയർസിലും അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ബാർകോഡ് മാത്രം കൊടുത്താൽ മതി. ഈ ഹോൾഡ് ഇൻവോയ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അത് ക്യാഷ്യർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒരു ബാർകോഡ് മാത്രം കൊടുത്ത് ദേ ക്യാൻ സ്കാൻ ഇറ്റ്. ആ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സാധനം റീകോൾ ആവുന്ന തരത്തിലുള്ള പ്രൊഡക്ട്സ് മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് ഓപ്ഷൻസും മാർക്കറ്റിലുള്ള എല്ലാ സോഫ്റ്റ്വെയർസും, ഈവൻ ഡാർട്ടിൽ മാത്രമല്ല, ഏത് സോഫ്റ്റ്വെയർ ആണ് നിങ്ങളുടെ സ്ഥാപനത്തിലുള്ളതെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, നിങ്ങളുടെ എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.